അങ്ങനെ കറങ്ങി നമ്മൾ മാർത്താണ്ഡത്തുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ലഞ്ച്. ഇവിടുത്തെ ഫേമസ് പാഞ്ചാലി സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. പാഞ്ചാലി റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങൾ കാണുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണല്ലോ, അപ്പോൾ സീ ഫുഡിൻ്റെ ഒരു ചാകര. ഇത് നോക്കിയേ, ഇത് മീൻ തല. എൻ്റെ ദൈവമേ, വലിയ വലിയ മീൻ തല. എനിക്ക് എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഓ, ഇതൊരു ഫുൾ തല. വാ, ഒരു പകുതി. ഇത് ഏറ്റവും വലിയ തലയുടെ പകുതി. ഇതൊരു ഫുള്ള്. കുറച്ചുകൂടെ സൈസ് ചെറുതാണ്. അന്നോ പല സൈസിലുള്ളതുണ്ട്. മുരിങ്ങയ്ക്ക, ഇതിൽ മുരിങ്ങയ്ക്കല്ല ഇട്ടാണ് വെക്കുന്നത് അല്ലേ? ഓ, ഓക്കെ. തക്കാളി. പിന്നെ ഇത് ക്രാബ് മസാലയാണോ? റോസ്റ്റ് ഞണ്ട് റോസ്റ്റ്. നെത്തോലി പീര, അതിലും അവർ മുരിങ്ങയ്ക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആയിട്ട് അടിപൊളിയായിട്ടാണ് പീര ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ നല്ല അടിപൊളിയായിരിക്കുന്നു. പിന്നെ അകത്ത് വറുക്കാനുള്ള മീനുകളെല്ലാം തന്നെ ഓൾറെഡി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. സൈസ് അനുസരിച്ചിട്ട് ഓരോന്ന്. നെമ്മീനും ഉണ്ടാവുമല്ലോ അല്ലേ ഇതിൽ? നെമ്മീൻ, വിളമീൻ, പിന്നെ ഇതാ നെമ്മീനാണോ? നെമ്മീന്, ഇതെല്ലാം നെടുവ, പിന്നെ അത് ചേമീൻ, സ്നാപ്പർ, വിളമീൻ. ഓക്കെ. ഇനിയും മീൻ വരാനല്ലേ? അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ ക്ലീനിങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ. മസാല പുരട്ടി കുറേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മത്തി ഫ്രൈ, ഇത് കുറച്ച്, പിന്നെ കൊഴുവ, അതായത് നെത്തോലി ഫ്രൈ, ചൂര ഫ്രൈ ചൂടായിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നു. കണ്ണൻ കൊഴിയാള, അത് മസാല, ഇതൊക്കെ പുരട്ടി ഈ സൈഡിൽ ഇലയിൽ വെച്ചിരിക്കുന്നു. ഇത് ലൈവായിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ. റെസ്റ്റോറൻറ്റിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ്. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഇലയിലാണ് ഊണ് ഇവിടെ. ഇനി അതുപോലെ ഇവിടെ പാർസല്, പൊതിച്ചോറ് പാർസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാം ഫിഷ് കറി വെച്ച് ഫിഷ് ഫ്രൈയും കൂടെ ഉള്ള പാർസലാണോ? രണ്ട് രീതിയിലും ചെയ്യും അല്ലേ? ഓ, പൊതിച്ചോറ് അതിൽ ഫ്രൈയും വരും. ഓക്കെ. പൊതിച്ചോറ് പാർസൽ. നോക്കുന്നു നമ്മളിത് ഇവിടെ പൊതിച്ചോറ് പാർസൽ കുറേ പൊതിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഒരുപാട് ഇച്ചിരി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാവുന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ 12 നമ്മളതിന് മുന്നേ എത്തിയിട്ടുണ്ട്. അവിയൽ, കപ്പ. ഓ, ഇത് കേരളത്തിലെ പോലെയാണല്ലോ, കപ്പയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പോലെ തന്നെയാണ്. അവിയൽ, കപ്പ, ചമ്മന്തി, തോരൻ, അച്ചാറ്. ഇതാണ് മെയിനായിട്ടുള്ള കറികൾ വിളമ്പുന്നത്. ഇത് വരുന്ന സെറ്റ്, ബാക്കി കാര്യങ്ങൾ അല്ലേ? സീ ഫുഡിൻ്റെ സെറ്റ്. ഒരു ഫ്രൈ, അതായത് അയല ഫ്രൈ, നെത്തോലി ഫ്രൈ, മത്തി ഫ്രൈ, പിന്നെ കണവ, തോരൻ അല്ലേ? ചൂരക്കറി, പിന്നെ ഒരു മുട്ടയും കൂടെ വെക്കുമോ? ചാളയുണ്ട്. ഓ, ശരി. ഇതെല്ലാം കൂടി ചേർത്ത് അതിനകത്ത് വെക്കും. അങ്ങനെ സെറ്റ്. പായസം. ഇതിൻ്റെ കൂടെ ഒരു പായസം കൊടുക്കുമോ? പായസം, മീൻ വറമ്പ്, സാമ്പാർ. ഇനി പപ്പടം, പായസം, പിന്നത്തൊക്കെയാ വെക്കുക? പൊതിച്ചോറെല്ലാം അയച്ചു. അടുത്ത് കഴിഞ്ഞിട്ട് പായസം, മീനിന്റെ ഗ്രേവി, അഡീഷണൽ സാമ്പാർ, മോര്, രസം, പപ്പടം, ഇതെല്ലാം കൂടി ചേർന്ന്. ഇതെന്താ ഇലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്? ഈ കൂട്ട് നമ്മൾ സാമ്പാറിനകത്ത് വെക്കണത്. ഇതുപോലെ വെക്കില്ല ചിലയിടത്തിൽ. ഇതിപ്പോ എല്ലാം അങ്ങനെ തന്നെ. മീൽസിന് മാത്രം. ഓ, ഇതിനെങ്ങനെയാ വരുന്നത്? ഓ, ശരി. ഓക്കെ. മീൻമുട്ട റെഡിയായി വന്നു. നമ്മൾ കണ്ടതാണല്ലോ മീൻമുട്ട ഉണ്ടാക്കുന്നത്. അത് പാത്രത്തോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനിവിടെ വയ്ക്കും. ഓക്കെ. പിന്നെ വലിയ മീനും പുരട്ടി വന്നിട്ടുണ്ട് കേട്ടോ, മസാല പുരട്ടി. താഴെ നിന്ന് ക്ലീൻ ചെയ്ത ബിഗ് ഫിഷ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സീ ഫുഡിൻ്റെ ഒരു മേള തന്നെയാണ് നടക്കുന്നത്, ഒരു ഫെസ്റ്റിവൽ എന്ന് തന്നെ പറയാം. ഫിഷ് ഫ്രൈ, ഓംലെറ്റാണ് ഇവരുടെ, കുഴി ഓംലെറ്റ്. പന്നിയാരം ചെയ്യുന്ന പോലെ ഏതാ ഓംലെറ്റിലാവും. ഓ, ഫിഷ് കൂടെ മിക്സ് ചെയ്യുമോ? ചൂരമീനിൻ്റെ പീസ്. ഇത് മുട്ടയിൽ കുറച്ച് ഫിഷ് കൂടെ ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്നത്. ഉള്ളി, പച്ചമുളക്, അതെല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്നത്. ഇത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ മുട്ട അവിയലാണ്. ഫിഷ് മുട്ട അവിയൽ. ആ മീൻ മുട്ട അവിയൽ എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരിടത്തും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. മുരിങ്ങയ്ക്ക, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് മീനിൻ്റെ മുട്ടയാണ്. ഇത് വിറകടുപ്പിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മെയിനായിട്ടും. ഇത് അരപ്പും കൂടി ചേർക്കുന്നു. ഇതിൽ എന്തൊക്കെയുണ്ട്? തേങ്ങ, ജീരകം, തേങ്ങയും മഞ്ഞപ്പൊടി, ജീരകം, വെളുത്തുള്ളി. അതാണ് മെയിൻ അല്ലേ? ഓക്കെ.
മുളക് അതിനകത്ത് മുറിച്ചിട്ടിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്. ഇത് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ നല്ല കണവ ഫ്രൈ. ഇന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഇതിങ്ങനെ എണ്ണയിൽ ഇട്ട് വറുത്ത് കോരുകയാണ്. ഇതെല്ലാം വിറകടുപ്പാണേ. മീൻ മുട്ട അവിയൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. കറിവേപ്പിലയൊക്കെ ഇട്ടു. ഇനി അതെല്ലാം ഓരോന്നായിട്ട് ഇടാൻ പോകുന്നു. ഇനിയിങ്ങനെ ഈ അരപ്പ് കൂടി ഇട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കും അല്ലേ? മൂടി വെക്കും. ഇത് പെട്ടെന്ന് വേഗമല്ലോ അല്ലേ, മീൻ മുട്ട ആയതുകൊണ്ട്. ആവിയിൽ വെന്താൽ മതി. എളുപ്പമായിട്ട് ചെയ്യും. നല്ല അടിപൊളി പുതിയ ഡിഷ്. ഇത് മീൻ കുളമ്പ് ഇപ്പുറത്തെ അടുപ്പിൽ കിടക്കുന്നു. ഏത് മീനാണത്? അതന്നെ കുളമ്പ്. എന്നാ മീൻ? ചൂര. ഓക്കെ. വലിയ ഫിഷ്. ഇതെല്ലാം ഫ്രഷ് ആണല്ലേ ഇന്നത്തെ? ഓക്കെ. ഇത് നമ്മുടെ ഇതല്ലേ റെഡ് സ്നാപ്പർ, ചെമ്പല്ലി അല്ലേ? ഓക്കെ. അത് കുറുവൽ. വിളമീൻ അല്ല, കുറുവല. ഓക്കെ. എല്ലാം ഇത് ഫുൾ ഫിഷ് ഫ്രൈ ചോദിക്കും ആൾക്കാർ അല്ലേ? അതിന് വേണ്ടിയിട്ട്. അതിൻ്റെ പല സൈസ് ഉണ്ട്, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. പിന്നെ കൊഞ്ചുണ്ട്, മത്തിയുണ്ട്, അയലയുണ്ട്. പിന്നെ ഇതെന്താണ്? തെരച്ചി വരെ ഉണ്ട്. പിന്നെ മീൻ തല, എല്ലാത്തിൻ്റെയും മീൻ തല. വലിയ മീൻ്റെയൊക്കെ തലയാണ് ദേ. ഇതും തെയ്യും മുള്ളും കൂടെ വെച്ചിട്ടുള്ള കറി അല്ലേ? ഓ, ഇവർക്ക് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ബാക്കിൽ. ഇവിടെയാണ് കംപ്ലീറ്റ് പച്ചക്കറി കട്ടിങ്, ഫിഷ് ക്ലീനിങ് എല്ലാം. നല്ല സ്പേഷ്യസ്, നല്ല ഏറിയ ആയിട്ടുള്ളൊരു സ്ഥലം. ഇത് കൊള്ളാം കേട്ടോ. പിന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട് ഇവർക്ക്. ഫ്രഷ് വാഴയിലാണല്ലേ എല്ലാം. ഓ, അടിപൊളി. ഇതെല്ലാം ഈ വേസ്റ്റ് വാട്ടറൊക്കെ കളയാനും ഒക്കെ ഇതെല്ലാം ഇങ്ങനെ ചെയ്യും. ഓ, നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരക്ക് പിടിച്ച കിച്ചൻ്റെ ഇടയിൽ ഞാൻ കയറി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. പിന്നെ ബിരിയാണി ഇവിടെ ഉണ്ട്. ചിക്കൻ ബിരിയാണി, ദം ബിരിയാണിയാണോ? ചിക്കൻ ദം ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ഗീ റൈസ് ചിക്കൻ കറിയും ഉണ്ട്. ഇല്ല, അത് ഉച്ചയ്ക്കില്ല. ഓക്കെ. സുലൈമാനി ഉണ്ട്. സുലൈമാനി. ഓക്കെ. മസാല സോഡയുണ്ട്. പിന്നെ സീ ഫുഡ് എല്ലാം കൂടി ചേർന്ന് വരുന്ന പൊതിച്ചോറിന് 250 അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ സീ ഫുഡൊന്നും വെക്കാണ്ട് സാധാരണ പൊതിച്ചോറ് വിത്ത് ഫിഷ് ഗ്രേവി കൊടുക്കുന്നുണ്ട്. അതിന് 90 റുപ്പീസാണ്. പിന്നെ എല്ലാം സെപ്പറേറ്റ്. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ? ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല. ആ തിരക്ക് കൂടുന്നതിന് മുമ്പ് കഴിച്ചിട്ട് പോകാം. ഇവിടെ ചട്ടിച്ചോറും വളരെ സ്പെഷ്യലായിട്ട് കിട്ടും കേട്ടോ. ചട്ടിച്ചോറ് ഇതെങ്ങനെയാണ്? ചട്ടിച്ചോറ് 250 റുപ്പീസാണ്. ഒരുപാട് ഫിഷിൻ്റെ ഐറ്റംസ് എല്ലാം വരും. അപ്പോൾ അതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നും കൂടെ കാണാമല്ലോ. അതായത് റൈസ്, കപ്പ, തോരൻ, അവിയൽ എല്ലാം കാണും അല്ലേ? ചമ്മന്തി, അച്ചാറ്, ഒരു മുട്ട ഉണ്ടാവും, ചട്നി, ചമ്മന്തി ഉണ്ട്, ചമ്മന്തി. ഈ ഫിഷ് കറിയും വളരെ സ്പെഷ്യലാണ് അല്ലേ? ഇത് ചാള വറുത്തരച്ച കറി. ഓ, കഴിക്കാം. ഇത് ചൂരക്കറി. ഓക്കെ. തോരൻ അഡീഷൻ. എത്ര സാധനങ്ങളാ ഒരു ചട്ടിച്ചോറില്. അതായത് തൊലി ഫ്രൈ, പിന്നെ മത്തി ഫ്രൈ. ചട്ടിച്ചോറിൽ വരുന്ന വിഭവങ്ങളാണ് കേട്ടോ ഈ 250-യുടെ. അയല ഫ്രൈ. ഇതെല്ലാം കൂടി ഇങ്ങനെ കഴിക്കുന്നത് എല്ലാവരും. ഒരു മുട്ടയും കൂടെ വെക്കും. ഓ, ഇത്രയും സാധനങ്ങളല്ലേ? വാവ്. നോക്കൂ, ഇതാണ് ഇവരുടെ ചട്ടിച്ചോറ്. 250 ഉള്ളി ഫോർ ഓൾ ദീസ് തിങ്സ്. അടിപൊളി. അത് കുറേ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വൻ ഡിമാൻഡാണ്. പിന്നെ വേറെന്താ ഉള്ള ഇവിടെ? ബിരിയാണി ഉണ്ട്, പഴങ്കഞ്ഞി ഉണ്ട്. ഓ, പഴങ്കഞ്ഞി ഉണ്ടല്ലേ? പഴങ്കഞ്ഞി എങ്ങനെയാണ്? അതുകൂടെ കാണാമല്ലോ. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള കുറേ സീ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എന്നിട്ടും പഴങ്കഞ്ഞി ഇവിടെ സെർവ് ചെയ്യുന്നു. ഇത് എത്ര മണി തൊട്ട് തുടങ്ങുന്നത്? രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 o'clock അല്ലേ? ലഞ്ച് ഈ ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയില്ല, ഡിന്നറും ഇല്ല, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ യാദൃശ്ചികമായി വന്നതാണല്ലോ. ഇവിടെ കേട്ടിട്ടുണ്ട് നല്ല ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വരാമെന്ന് വിചാരിച്ചു. ഇവർക്ക് വലിയ സന്തോഷം വന്നപ്പോൾ എല്ലാം കാണിച്ചു തരുന്നത് കാരണം. പഴങ്കഞ്ഞി, യെസ്, അതും ചട്ടിയിൽ. പിന്നെ അതിനകത്തേക്ക് തൈര്, മാങ്ങ അച്ചാർ, അതായത് വെള്ള മാങ്ങ, മുളക് അല്ലേ? പച്ചമുളകും മുളക് വറുത്തതും കൊച്ചുള്ളി അരിഞ്ഞത്. കറക്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കും. ഇതേ പഴങ്കഞ്ഞിയുടെ കൂടെ കൊടുക്കുന്നതാണ്. ഇത് മത്തി വറുത്തരച്ച കറിയും വറുത്ത ഒരു ചാള, പിന്നെന്താ അച്ചാറ്, കപ്പ, ചമ്മന്തി. ഇത് എക്സ്ട്രാ വരുന്ന കേട്ടോ. ഇതെല്ലാം കൂടി എത്ര പറഞ്ഞേ? 100 റുപ്പീസ് ഉള്ളി. ഇനി ഒരു 400 റുപ്പീസിൻ്റെ ഒരു പഴങ്കഞ്ഞി കോമ്പോ ഉണ്ടോയെന്ന് പറഞ്ഞാൽ അത് എടുത്ത് വെച്ചിട്ട് ഞാൻ കാണാമെന്ന് വിചാരിച്ചു. കുറേ സാധനങ്ങൾ എടുക്കണം. താങ്ക് യു. ഈ ചേട്ടൻ നമ്മുടെ അവിടെ ശാസ്തമംഗലത്താണ് ശരിക്കുള്ള വീട്.
അദ്ദേഹം മസ്കറ്റ് ഹോട്ടലിലും ഒക്കെ ജോലിയായിരുന്നു. വൈഫ് ഹൗസ് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ്റെ പേര് എന്താ? വിജയ്. വിജയ്. ഓക്കെ. ഇപ്പോൾ തന്ന എന്താണെന്ന് നോക്കിയേ. സുലൈമാൻ. ആ അടിപൊളി. തുളസിയിലേക്ക് ഇട്ടു. പുതിന. ചിയേഴ്സ്. സുലൈമാനി ചിയേഴ്സ്. സതീഷ് ആകെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇത്രയും സീ ഫുഡൊക്കെ കണ്ടിട്ട് ആടിപ്പൊളി എന്ന് പറഞ്ഞിട്ട്. വിഴിഞ്ഞത്തൊക്കെ പോയതുപോലെ അവിടുത്തെ കടൽ അതാണ്. ഇവിടെ കടൽ അടുത്തില്ല. എന്നിട്ടും ഫ്രഷ് ഫുഡ് അല്ല, കടലൊക്കെ ഉണ്ട് അടുത്ത്. കന്യാകുമാരിക്കൊക്കെ അടുത്തല്ലേ ഇത്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മീൻ മുട്ട വെച്ചിട്ട് സാധനം ഫ്രൈ ആണ് കൂടുതലായിട്ടും കാണുന്നത്. പക്ഷെ ഇവിടെ അത് പിന്നെ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ അതുപോലെ ചാള വെച്ചിട്ട് വറുത്തരച്ച കറിയുണ്ട്. പിന്നെ മീൻ തന്നെ മീൻ മുട്ടയിലെ മീനും കൂടെ ചേർത്ത് പണിയാരം പോലെ ചെയ്യുന്നു. വെരി ഡിഫറെൻറ്റ്. എല്ലാം ഭയങ്കര എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ പൊതിച്ചോറ്, ചട്ടിച്ചോറ്, പഴങ്കഞ്ഞി ഒന്നും പറയണ്ട. അടിപൊളി. നല്ല റിവ്യൂസ് ആയിരുന്നു ഈ കടയെക്കുറിച്ച്. അതാണ് എനിക്ക് ഇവിടെ വരണം തോന്നിയത്. നമ്മളെന്തായാലും ഇതുവഴി പോകുമല്ലേ. അപ്പോൾ പഴങ്കഞ്ഞിയുടെ കോംബോ, അതായത് 400 റുപ്പീസിൻ്റെ ഒരു കോംബോ പഴങ്കഞ്ഞിയാണ്. ഇത് ഭയങ്കര ഒരു 5 സ്റ്റാർ പഴങ്കഞ്ഞി കോംബോ ആണ്. ഇതിൽ പഴങ്കഞ്ഞി, തൈര്, ചെറിയ ഉള്ളി, മുളക് പ്ലസ് എന്താ പറയുക മാങ്ങാക്കറി, മറ്റേ വെള്ള മാങ്ങ ആയിട്ടിട്ടത്. അതിനോടൊപ്പം ഇത്രയും സൈഡ് ഡിഷസ് കൊടുക്കും. ദാറ്റ് ഈസ് അഗൈൻ കട്ടത്തൈര്, വറുത്തരച്ച മത്തിക്കറി, ചാളക്കറി, പിന്നെ നെത്തോലി ഫ്രൈ, ചാള ഫ്രൈ അത് 3 പീസ്. ഇത് വലിയൊരു ചൂര ഫ്രൈ, ഇത് ചൂരക്കറി, കപ്പ, ചമ്മന്തി, അച്ചാറ്, പിന്നെ ഇത് കൂടാണ്ട് മീൻ മുട്ടയുടെ അവിയലും. ഇത്രയും കൂടി ചേർന്ന് അല്ല. ഓക്കെ. നെത്തോലി അവിയലും ഉണ്ടെന്ന്. അത് മറ്റേ പീര വെച്ചിരുന്നു അല്ലേ. ഓക്കെ. നെത്തോലി അവിയൽ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കോംബോ. ഇതിനാണ് 400 വാങ്ങുന്നത്. മറ്റേ സാധാരണ കുറച്ച് കറികൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ, അതെല്ലാം കൂടി ആണെങ്കിൽ 100 റുപ്പീസേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ വലിയ കോംബോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ AC ആൻഡ് നോൺ AC ഉണ്ട്. അപ്സ്റ്റേഴ്സ് AC ആണ്. നമുക്ക് മുകളിലേക്ക് പോകാം. ഇനിയിപ്പോൾ കുറച്ച് ഭയങ്കര തിരക്കാവുന്ന പറഞ്ഞത്. പാഞ്ചാലി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അടിപൊളി. അങ്ങനെ AC റെസ്റ്റോറൻറ്റിലേക്ക് വരും. ഇവിടെ വരുന്ന കഴിക്കുന്നത് കുറേ ചട്ടി ഇങ്ങനെ അടുക്കി വെച്ച്. ഇതെല്ലാം ഇവിടുത്തെ ചട്ടിച്ചോറ്, പഴങ്കഞ്ഞി മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കുകയോ ചട്ടിയുടെ പരിപാടി എന്താണ് ഇവിടെ എന്ന് വിചാരിക്കില്ലേ. അപ്പോൾ നമ്മൾ ഇല ഊണാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാ ഇലയിലും തന്നെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചട്ടിച്ചോറ് ആയിരിക്കണം, അല്ലെങ്കിൽ പഴങ്കഞ്ഞി ആയിരിക്കണം, അല്ലെങ്കിൽ പൊതിച്ചോറ് ആയിരിക്കണം. അതും ഇല ഉണ്ടാവുമല്ലോ പൊതിച്ചോറിലും. അച്ചാറ്, പിന്നെ തോരൻ, ചമ്മന്തി, ചിന്ന റൈസ്, പൊന്നിയരിയാ. ഓക്കെ. പൊന്നി റൈസ്. ഓക്കെ. പൊന്നി റൈസും ഉണ്ട്, മറ്റേ ജയ പോലത്തെ റൈസും ഉണ്ട്. ചിന്ന റൈസോ പെരിയ റൈസോ എന്ന് ചോദിച്ചു. ഓക്കെ. ഇനി നമ്മുടെ സീ ഫുഡ് പ്ലാറ്റർ ഇങ്ങോട്ട് വരാൻ പോവാണ്. പലതരം നമുക്കൊന്ന് കാണാം. സ്പെഷ്യൽ കപ്പ. ഓക്കെ. കപ്പ കുറച്ച് എല്ലാം കുറച്ച് മതി. റൈസ് കുറച്ച് കൊഞ്ച് അത്ര ഒന്നും വേണ്ട. ഓക്കെ. മതി. പൊന്നിയാണെങ്കിൽ പൊന്നി, ജയ, സുലേഖ പോലെ. അതാണ് പെരിയത്, ചിന്നത്. ഇതിനകത്ത് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോ. പപ്പടം, മറ്റേ സപ്പളം, തമിഴ്നാട്ടിലെവിടെ പോലെ അപ്പളം. ഇതൊരു ബാഹുബലി സ്റ്റൈലാണ്. നോക്കിയേ. ഇറ്റ്സ് എ ബിഗ് പ്ലാറ്റർ. എന്തൊക്കെയാന്ന് നോക്കിക്കോളൂ. ചൂരക്കറി, ചാള വറുത്തരച്ചത്, തെരച്ചി, കണവത്തോരൻ, കണവ ഫ്രൈ, നെത്തോലി അവിയൽ, നെത്തോലി ഫ്രൈ, മീൻമുട്ട അവിയൽ, നെമ്മീൻ ഫ്രൈ, ചാള ഫ്രൈ, മണ്ട റോസ്റ്റ്, ചെങ്കലവ്, അത് ഈസ് റെഡ് സ്നാപ്പർ അല്ലേ. ഓക്കെ. ഇത്രയും വന്നു കഴിയും. മൈ ഗോഡ്, ഞാനിങ്ങനെ ബോധം കെട്ടിരിക്കുവാണേ. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. അടിപൊളി. ഇനിയും വരുന്നെന്ന് തോന്നുന്നു. ഇത് ഫിഷ് ആൻഡ് മുട്ട ചേർന്ന് വരുന്ന കുഴി ഓംലെറ്റ് എന്നല്ല പറഞ്ഞത്. കുഴി ഓംലെറ്റ്. ഓക്കെ. കുഴി ഷേപ്പിൽ പന്നിയാരം സ്റ്റൈലിൽ ഓംലെറ്റ്. ഇനി വേറൊരു സംഭവം കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് മീൻ തല കറി. എൻ്റെ അമ്മേ,
യെസ്, ഇത് കണ്ടു തന്നെ വയറ് നിറയുന്നൊരവസ്ഥയാണ്. കഴിക്കാൻ മീൻ തലയും മീൻ മുള്ളും കൂടി ചേർന്ന് വരുന്ന കറി എല്ലാത്തിലും മുരിങ്ങയ്ക്ക ഇടുന്നുണ്ട്. ട്രിവാൻഡ്രംകാരാണ് സാധാരണയായിട്ട് മുരിങ്ങയ്ക്ക കൂടുതൽ ഉപയോഗിക്കുന്നത് എല്ലാ കറികളിലും, പ്രത്യേകിച്ച് മീൻ കറിയിൽ എല്ലാത്തിലും ഇടാറുണ്ട്. ഇവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. എനിക്ക് പല കാര്യങ്ങൾ കാണുമ്പോഴും നമ്മുടെ ആ അവിടുത്തെ രീതിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ തുടങ്ങല്ലേ, ഒരറ്റത്തുനിന്ന് തുടങ്ങാം. സ്പൂണും കൂടി മേടിക്കാം, ഇച്ചിരി ഇച്ചിരി എടുക്കാം. കണ്ണൻ കുഴിയാള ഫ്രൈ, നെടുവ മീൻ ഫ്രൈ. ഓ മൈ ഗോഡ്, അവർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന ഭയങ്കര സന്തോഷം. അപ്പോൾ അതുകൊണ്ട് എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കഴിക്കണം എന്നൊരു നിർബന്ധം പോലെ കൊണ്ടുവരികയാണ് കേട്ടോ. അത് എടുക്കട്ടെ ഇതെടുക്കട്ടെ, എന്താ തരേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. എനിക്കൊരു വയറേ ഉള്ളൂ. സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് കേട്ടോ, തൈരൊക്കെ ഒഴിച്ചേ. പിന്നെ ഇത് നോക്കിയാൽ കൊഞ്ചും കൊണ്ടുവച്ചു, ഒരു രക്ഷയില്ല. കൊഞ്ച് ഫ്രൈ. അപ്പം തുടങ്ങുന്നത് എങ്ങനെ വേണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ വറുത്തരച്ച മത്തിക്കറി തുടങ്ങാം. ഓക്കെ, വാവ്, കപ്പയും ഫ്രഷ് അടിപൊളി, നല്ല ആവശ്യത്തിന് പുളി, ഒരു പെർഫെക്റ്റ്. വറുത്തരച്ച മത്തിക്കറി അധികം കാണാറില്ലല്ലോ. ഗംഭീരം. വെജിറ്റേറിയൻ കറികൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതിരിക്കുവാണ്. എന്നാലും ഞാൻ ചമ്മന്തി ഇച്ചിരി എടുത്ത് നോക്കട്ടെ, ടേസ്റ്റ് അറിയാം. നല്ല നല്ല നമ്മൾ വീട്ടിലൊക്കെ അരിക്കുന്ന പോലെ. ഇനി എവിടെ നിന്ന് തുടങ്ങണം, സത്യമായ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാം. മീൻ കറി, ഇത് ചൂര കുളമ്പ് കറി. ഓക്കെ, എല്ലാം വ്യത്യസ്തമാണ്, ഒന്നുപോലെ അല്ല വേറൊന്ന്. അടിപൊളി. കുറച്ച് അവിയൽ, മാങ്ങ, അടിപൊളി. അതൊന്നും കുഴപ്പമില്ല, അയ്യോ നോ പ്രോബ്ലം. മീൻ മുട്ട അവിയൽ. മീൻമുട്ട മതിയോ? അതെ, എന്ത് ഹോസ്പിറ്റാലിറ്റിയാന്ന് നോക്കിയേ, ഒരു രക്ഷയില്ല. ഞാൻ മീൻമുട്ട ഫാനാണല്ലോ. വെരി ടേസ്റ്റി. അവിയലായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല, അതിന് വെച്ച് നോക്കാം. ഇതൊരു ഐഡിയ ആയി. മീൻമുട്ട അവിയൽ നെക്സ്റ്റ് ടൈം മീൻമുട്ട കിട്ടുമ്പോൾ ചെയ്യാം. പിന്നെന്തൊക്കെയാ, കണവ ഫ്രൈ, സ്ക്വിഡ് ഫ്രൈ ആണ്. നല്ലത് കേട്ടോ, നല്ല മസാല. നിങ്ങൾക്ക് തോന്നും എല്ലാം കൂടെ രശ്മി ചേച്ചി എങ്ങനെ കഴിച്ചു തന്നു. എല്ലാം ഞാൻ കഴിക്കില്ല, ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്യുള്ളൂ. എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, ഞാൻ സ്പൂണ് വെച്ച് തന്നെയാണ് എല്ലാം കുറച്ച് കുറച്ചായിട്ടുണ്ട്. ഷെയർ ചെയ്ത് കഴിക്കും. ഗ്രൂപ്പായിട്ട് ഫാമിലിയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അവർ വലിയ മീനൊക്കെ ഓർഡർ ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്യാമല്ലോ. നെത്തോലി അവിയൽ അടിപൊളി, ഒന്നും പറയല്ല, ഗംഭീരം ഗംഭീരം. ആ മീൻ ഇത് കൂടെ കാണിച്ചത്, മുട്ട വിത്ത് ഫിഷ്. അയ്യോ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇവിടെ വരിക, ഗംഭീരമാണ്. നല്ല സീ ഫുഡ് കഴിക്കാം, എക്സലൻറ്റ്. നിങ്ങൾക്ക് പല ചോയ്സസ് ഉണ്ടല്ലോ. ഞാൻ കഴിക്കുന്നത് ഇത്രയും വേണമെന്നില്ല. ചട്ടിച്ചോറ് വിത്ത് സ്പെഷ്യൽ ചട്ടിച്ചോറാകാം, സിമ്പിൾ ചട്ടിച്ചോറാകാം, പൊതിച്ചോറാകാം, പിന്നെന്താ ബിരിയാണി ആകാം, അല്ല മീൽസ്, ഇലയിലെ മീൽസ് വിത്ത് ഫിഷ് ഫ്രൈ, ഇഷ്ടമുള്ള ഫ്രൈ കറി, ഇതൊക്കെ നല്ലത് കേട്ടോ. മത്തി വറുത്തരച്ചത്, കറി, കുഴമ്പ്, ഒരു കേരള ടച്ച് ഉണ്ട് എല്ലാത്തിനും. തമിഴ്നാട് സ്റ്റൈലല്ല, ഇറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ട്. ഇതെല്ലാം ബോർഡർ ഏരിയാസിലെ, അതുകൊണ്ടായിരിക്കാം.
ഗംഭീരം. പിന്നെ മീൻ തലയുണ്ട്. മീൻ തല അത്ര വലിയ തലയൊന്നും എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സോറി. അരപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. വലിയ ടേസ്റ്റ്. ഇത്ര വലിയ തലയൊക്കെ മേടിച്ചാൽ ഒരു ഫാമിലി ഫുള്ള് വേണം കഴിക്കാൻ. അപ്പോൾ ഞാനായിട്ട് അത് ഡിസ്റ്റർബ് ചെയ്തില്ല, എല്ലാവരും കൂടി കഴിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ സമാധാനമായിട്ട് എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ഫുഡൊക്കെ സെർവ് ചെയ്ത് നമുക്ക് ഇത്രയും നല്ല ഹോസ്പിറ്റാലിറ്റി എല്ലാം തീർച്ചയായിട്ടും ഒരു വലിയ ബിഗ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകേണ്ടത്. ഇതിൻ്റെ ഓണറാണ്, അത് 2 പേരാണ് പാർട്ട്നേഴ്സ്, ചേട്ടനും അനിയനും, വൈഫ്, ഇത് ചേട്ടൻ്റെ മകൻ. വളരെ സന്തോഷം കേട്ടോ. ഭയങ്കര ക്രൗഡായി കഴിഞ്ഞേട്ടോ. നമ്മൾ ഇച്ചിരി നേരത്തെ വന്നുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഒരു രക്ഷയില്ല, ഫുൾ ക്രൗഡ്. എന്തായാലും വളരെ സന്തോഷം. നൈസ് ഫുഡ്, എക്സലൻറ്റ്. താങ്ക് യു. നമ്മുടെ കാർ വർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. അടിപൊളി സ്ഥലമാണ്. ഡോണ്ട് മിസ് ദിസ്. മാർത്താണ്ഡം വഴി പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പാഞ്ചാലി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് റോഡ് സൈഡ് തന്നെയാണ്. ഒരു മസ്റ്റ് ട്രൈ പ്ലേസ്.